കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. ഒരു വിദ്യാർത്ഥിയുടെ ശരാശരി മാർക്ക് 79.5 ആണ്. ഇംഗ്ലീഷിന് 15 മാർക്കും ഹിന്ദിക്ക് 16 മാർക്കും കണക്കിന് 17 മാർക്കും എക്സ്ട്രാ കിട്ടിയാൽ ശരാശരി 83.5 ആകും. അങ്ങനെയെങ്കിൽ പരീക്ഷയിലെ വിഷയങ്ങളുടെ എണ്ണം കാണാനാണ്. അപ്പോൾ ആദ്യത്തെ ആവറേജ് തന്നിട്ടുണ്ട്, പിന്നെ മാർക്കിൽ വന്ന ചേഞ്ചസ് പറയുന്നുണ്ട്. റീവാലുവേഷൻ വല്ലതും നടന്നു കാണും, അത് കാരണം മാർക്കിൽ വന്ന ചേഞ്ച് പറയുന്നു. മാർക്കിൽ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ആവറേജ് എന്തായാലും മാറും. അങ്ങനെയെങ്കിൽ ആ പരീക്ഷയ്ക്ക് എത്ര വിഷയങ്ങളുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സ്റ്റെപ്പുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ്, മാർക്കിൽ എന്ത് ചേഞ്ച് വന്നു എന്ന് നോക്കണം. എന്താ മാർക്കിൽ എന്ത് ചേഞ്ച് വന്നു? മാർക്കിൽ എന്ത് ചേഞ്ചാണ് വന്നേ? ഇംഗ്ലീഷിനൊരു 15 മാർക്ക്, ഹിന്ദിക്കൊരു 16 മാർക്ക്, കണക്കിനൊരു 17 മാർക്ക്. ഇതാണല്ലോ വന്ന ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കേണ്ടത് ഈ ചേഞ്ച് കാരണം ആവറേജിൽ എന്ത് മാറ്റമാണ് വന്നതെന്ന് നോക്കണം. മാർക്കിലെ ഈ ചേഞ്ച് എങ്ങനെയാണ് ആവറേജിനെ ബാധിച്ചതെന്ന് നോക്കണം. ആവറേജിൽ വന്ന ചേഞ്ച് ഇതാണ്. 79.5 ആയിരുന്ന ആവറേജ് എത്രയായി മാറി? 83.5 മാറി. 79.5 ആയിരുന്ന ആവറേജ് 83.5 മാറി. നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് സബ്ജക്ട്സാണ്. നമ്പർ ഓഫ് സബ്ജക്ട്സ് കാണാൻ ഓർത്ത് വെച്ചേക്കുക. മാർക്കിൽ വന്ന ചേഞ്ചിനെ ആവറേജിൽ വന്ന ചേഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമ്പർ ഓഫ് സബ്ജക്ട്സ് കിട്ടും. എന്താ? മാർക്കിൽ വന്ന ചേഞ്ചിനെ ആവറേജിൽ വന്ന ചേഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് സബ്ജക്ട്സ് കിട്ടും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എത്ര വിഷയങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, മാർക്കിൽ വന്ന ചേഞ്ച് പറഞ്ഞ് ടോട്ടൽ ചേഞ്ച് എത്രയാ? 15ഉം 16ഉം കൂട്ടിയാൽ 31, 31ഉം 17 48. അപ്പം മാർക്കിൽ വന്ന എഫക്റ്റീവ് ചേഞ്ച് എത്ര എന്ന് ചോദിച്ചാൽ ഒരു 48 മാർക്ക് എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്തത്. ഇനി ആവറേജിലെ കഥ പറ. ആവറേജിൽ വന്ന ചേഞ്ച് 79.5 ആയിരുന്ന ആവറേജ് 83.5 ആയെന്ന് പറഞ്ഞാൽ 4 കൂടുകയാണ് ചെയ്തത്. മാർക്കിൽ വന്ന ചേഞ്ചായ 48നെ ആവറേജിൽ വന്ന ചേഞ്ചായ 4 കൊണ്ട് ഹരിക്കുന്നു, നമുക്ക് 12 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 12 സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ശരി, താങ്ക്